ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ ക്വിക്ക് സെറ്റിങ്സിനകത്ത് DND അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചന്ദ്രക്കല പോലെയുള്ളൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവും. പലരുടെയും ധാരണ ഇതെന്തോ ഫോണ് സൈലൻ്റ് ആക്കുന്ന എന്തോ ഓപ്ഷനാണ്, നമുക്കൊന്നും ഉപകാരമില്ലാത്തൊരു ഓപ്ഷനാണെന്ന് വിചാരിച്ചിട്ട് ഇന്നേ വരെ ഇത് എന്താണെന്ന് പോലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ കിടക്കുന്ന ഏറ്റവും മികച്ച ഫീച്ചറുകളിൽ ഒന്നാണ് ഈ DNT അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഇതിനെക്കൊണ്ടുള്ള ഉപകാരം എന്തെന്നാൽ പല സാഹചര്യത്തിലും നമുക്ക് ഫോണിൻ്റെ ശബ്ദം വില്ലനാകാറില്ലേ. നമ്മൾ മരണവീട് സന്ദർശിക്കുമ്പോഴും ഏതു മതസ്ഥനായാലും അദ്ദേഹത്തിൻ്റെ ആരാധനാലയങ്ങൾ സന്ദർശിക്കുമ്പോഴും ഇനി നമ്മുടെ ജോലി സ്ഥലങ്ങളിലും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുമൊക്കെ നമുക്ക് ഫോണിൻ്റെ ശബ്ദം വില്ലനാകാറുണ്ട്. എന്നാൽ നമ്മൾ ഫോൺ സൈലൻ്റ് ആക്കാൻ മറന്നാലും വളരെ കൃത്യതയോടെയും ഉത്തരവാദിത്വത്തോടെയും ഈ DNT അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി സൈലൻ്റ് ആക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഈ DNDയെ കുറിച്ചിട്ടാണ്. ഇത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം, ഇതുകൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണാം. ഒട്ടുമിക്ക ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും ക്വിക്ക് സെറ്റിങ്സിനകത്താണ് DND എന്നോ അല്ല ഡു നോട്ട് ഡിസ്റ്റർബ് എന്നോ പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവുക. ഞാനെൻ്റെ ക്വിക്ക് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ വലതുഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്. എനിക്കിവിടെ നോൺ ഓഫ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്ഷനൊക്കെ എനിക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇനി ചിലരുടെ ഫോണിൽ ഈ ആദ്യത്തെ പേജിലായിരിക്കില്ല, ഇവിടെ എവിടെയെങ്കിലായിട്ട് ക്വിക്ക് സെറ്റിങ്സിനകത്ത് ഇത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി കാണുന്നില്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യാറില്ല ക്വിക്ക് സെറ്റിങ്സ്. അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സ് ഉണ്ടല്ലോ, സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ DND എന്ന് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് സെർച്ച് ചെയ്താലേ ചില ഫോണിൽ കിട്ടൂ. ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ ഡു നോട്ട് ഡിസ്റ്റർബിൻ്റെ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു മൊബൈൽ ഫോണിൽ കൂടി ഈ ഒരു ഓപ്ഷൻ കാണിച്ചു തന്നിട്ട് ഞാനിതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ ഫോണിൽ നിങ്ങൾക്ക് കാണാം രണ്ടാമത്തെ പേജിൽ DND എന്ന് പറഞ്ഞിട്ടാണ് ഇതിലുള്ളത്. പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ ഈ ഒരു ഓപ്ഷൻ ലഭിക്കില്ല. ഇതിൽ കുറച്ച് താഴെയായിട്ട് ഇവിടെ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന ഓപ്ഷനൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ DND എന്ന് പറയുന്ന ഈ ഓപ്ഷനകത്തുള്ള ഗംഭീര ഫീച്ചറുകൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഞാൻ ഇതിൻ്റെ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഞാനിത് ഓൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫോണിൽ ഈ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്ടിവേറ്റ് ആവും. അതോടെ എനിക്ക് അലാറവും കലണ്ടറിലൊക്കെ വെച്ച ഇവൻറ്റുകളുടെ അലാറവും ഒക്കെ ഞാൻ അറിയുകയുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ ഫോൺ ഫുൾ ടൈം സൈലൻ്റ് ആയിരിക്കും. ഇനി ഫോൺ സൈലൻ്റ് ആയാലും നമുക്ക് മീഡിയയുടെ സൗണ്ട്, അതായത് വാട്സപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ശബ്ദിക്കുന്നതാണ്. അപ്പോൾ ഈ ശബ്ദം നിയന്ത്രിക്കേണ്ട ഓപ്ഷൻ ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഇതിപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോ കാണാം. ശബ്ദം വർക്ക് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്ത് തരും. അതും നമുക്ക് ആവശ്യമുള്ള സമയത്ത് വളരെ കണ്ടല്ലോ, ഈ വീഡിയോയുടെ ഓഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വോളിയം ഒക്കെ എനിക്ക് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അതായത് മീഡിയയുടെ ഓഡിയോ വർക്ക് ചെയ്യും. ഇത് നിയന്ത്രിക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ രണ്ടാമതായി കിടക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ബട്ടൺ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇത്തരം മീഡിയയുടെ ശബ്ദവും വർക്ക് ചെയ്യുന്നതല്ല. ഇപ്പം ഞാൻ വോളിയം കൺട്രോൾ പ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വോളിയം വർക്ക് ചെയ്യില്ല. അതായത് അലാറവും ഇവൻറ്റുകളുടെയും ഒക്കെ ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കുകയുള്ളൂ. ബാക്കിയൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ഓപ്ഷനാണ് ഇത്. ഇനി ഈ ഇതിലെ ഏറ്റവും മികച്ച ഓപ്ഷനാണ് താഴെയുള്ള ഈ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ. ഞാനതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി രാത്രി 10 മണി മുതൽ 7 മണി വരെ ഒരു സമയം സെറ്റായിട്ട് ജസ്റ്റ് ഇതിൻ്റെ ബട്ടൺ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ പുലർച്ചെ 7 മണി വരെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫോൺ സൈലൻ്റ് ആകുന്നതാണ്. ഇനി മുകളിലൊരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു സമയം നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതോ പള്ളിയിൽ പോകുന്നതോ എവിടെ പോകുന്നതോ ആയാലും മതി. ആ സമയം നമുക്കിവിടെ മുകളിലൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട് താഴെ ടൈം സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് നിങ്ങൾ പള്ളിയിൽ അമ്പലങ്ങളിലൊക്കെ പോകുന്നത്, ആ സമയം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്ത് താഴെ റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ഏതെല്ലാം ദിവസങ്ങളിൽ, എല്ലാ ദിവസവും വേണമെങ്കിൽ എല്ലാ ദിവസവും മാർക്ക് ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സേവ് ചെയ്ത സമയങ്ങളിൽ ഫോൺ ഓട്ടോമാറ്റിക്കലി സൈലൻ്റ് ആകുന്നതാണ്. ഇനി ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും പുതിയ സമയങ്ങൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ആ സമയങ്ങളിലൊക്കെ ഫോൺ ഓട്ടോമാറ്റിക്കലി സൈലൻ്റ് ആകും. നമ്മൾ സൈലൻ്റ് ആക്കണമെന്നില്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് കോൾസ് ആൻഡ് മെസ്സേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ്,
എവരി ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ. ഇതിൻ്റെ പ്രയോജനം എന്തെന്നാൽ ഇപ്പോൾ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുണ്ടാവല്ലോ, അയാളുടെ നമ്പർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണ് DND ആക്ടിവേറ്റ് ചെയ്താലും അയാൾ മെസ്സേജ് ചെയ്താലും കോൾ ചെയ്താലും ഒക്കെ നമുക്ക് റിങ്ങും ചെയ്യും, കാര്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വേണ്ടപ്പെട്ടവരുടെ നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇനി തൊട്ട് താഴെ നിങ്ങൾക്ക് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ ശബ്ദവും റിങ്ങും ഒക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ബട്ടൺ ജസ്റ്റ് ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ വാട്സപ്പിൻ്റെ ഓപ്പൺ ചെയ്തതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ആപ്ലിക്കേഷൻ്റെ മാത്രം നിങ്ങൾ DND ആക്ടിവേറ്റ് ചെയ്താലും നിങ്ങൾക്ക് ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് റിംഗ് ഫോർ റിപ്പീറ്റഡ് കോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ DND ആക്ടിവേറ്റ് ചെയ്താലും നമ്മളെ അത്യാവശ്യമായിട്ട് വിളിക്കുന്നവരുണ്ടാവില്ലേ, അവർ ഒരു തവണ വിളിച്ച് 3 മിനിറ്റിനുള്ളിൽ വീണ്ടും വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ റിങ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ DND അല്ലെങ്കിൽ ഡോണ്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനകത്ത് കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.